വിചാരിക്കണം, ഞാൻ അവിടെ തന്നെ ഉണ്ട്. പുതിയ റൂമാണ്. എന്തായാലും അതിൻ്റെ 2 റീസൺ ആണല്ലോ. ഒന്ന്, ഹലോ ഗായ്സ്, ബബിൾ വാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ കാലമായി വീഡിയോ എടുത്തിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ 2 റീസൺ ആണല്ലോ. ഒന്ന്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടോ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എക്സാം ആയിരുന്നു, സപ്ലൈ കുറച്ചുണ്ടായിരുന്നു. സപ്ലൈ പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ എന്തായാലും രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ റൂമൊന്ന് ഞാൻ മാറി. റൂമൊന്ന് ഷിഫ്റ്റ് ആയപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക, പഴയ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ പഴയ റൂമിലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വൈഫൈ വെച്ചിട്ടില്ല, വൈഫൈ ഒക്കെ വെക്കണം. പിന്നെ വേറൊരു എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഇത് റിംഗ് ലൈറ്റ് അല്ല, ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഒരു ലാമ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ലാമ്പിൻ്റെ ടോപ്പ് ഒഴിവാക്കി കണ്ട് എന്താ പറയുക, അതിന്മേലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം എൻ്റെ റിംഗ് ലൈറ്റും അവിടെ ആയിരുന്നു, സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫോണൊക്കെ സ്റ്റേബിളായി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ലാമ്പുമ്പോൾ തന്നെ ഫോൺ വെച്ച് കണ്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി മേടിച്ചിട്ട് വേണം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ മേടിച്ചിട്ട് തുടങ്ങും. പിന്നെ ഇതിപ്പോൾ വന്നെന്താ വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതെന്ന് കുറച്ച് ആൾക്കാരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്, എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കാരണം ഇന്ത്യയിൽ 500 വ്യൂസ്, ഇപ്പോൾ ഏതോ റീൽസ് ഞാൻ കണ്ടിരുന്നു, 500 വ്യൂസ് ഉള്ളെങ്കിൽ 500 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് ജനങ്ങളുണ്ടല്ലോ. അപ്പോൾ 500 ആൾക്കാർ കണ്ടിട്ടും ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കുറേ ആൾക്കാർ വിളിച്ച് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. നമുക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. പിന്നെ ഇവരൊക്കെ ചോദിക്കുന്ന കുറേ ചോദ്യത്തിൽ, അതായത് ഇവരെ ഓരോ ഡൗട്ട് എനിക്കും പുതിയതായിട്ട് കുറേ ഡൗട്ടൊക്കെ മനസ്സിലായി. ഞാനത് ചോദിച്ച് മനസ്സിലാക്കി, എനിക്കും ഇതിൽ നിന്ന് കുറേ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും റൂം ഞാൻ മാറി, റൂമിൻ്റെ പുതിയ റൂമാണ്. എന്തായാലും അതിൻ്റെ ഹോം ടൂറല്ല റൂം ടൂറോ എന്താണ് അതിന് പറയാം, ആ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്, എന്തായാലും എടുത്ത് വെച്ചിരിക്കണ്. അതെന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈഫൈ കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മളെ ഷോപ്പിലുണ്ട്, അപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നാണ് ഞാൻ ഫ്രീ ആയത്. എക്സാമൊക്കെ ഇന്ന് ഇനി ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോഴൊന്ന് ഫ്രീ ആയത്. പിന്നെ അതന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കുറേ എന്താ പറയുക, ജനുവരി 23 തുടങ്ങിയിരിക്കുന്നു. KCT നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജനുവരി 23 KCT അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുകൊണ്ട് ഫെബ്രുവരി 18 വരെ ഉണ്ട് തോന്നുന്നു, എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. പിന്നെന്താ പറയുക, എക്സാം വരുന്നത് ഏപ്രിൽ 16 17 അങ്ങനെ എന്തോ ആണ്. ഞാൻ എന്തായാലും കറക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത് എടുത്തോളൂ. പക്ഷേ കുറേ ആൾക്കാർ വെയിറ്റ്. ഇപ്പോൾ നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഡിമാൻഡഡ് കോഴ്സാണ് ബാംഗ്ലൂരിൽ. കാരണം ഈ പുറത്ത് പോകാനൊക്കെ നഴ്സിംഗ് ഈ മലയാളീസും ഫിലിപ്പീൻസും അവർക്കൊക്കെ ഡിമാൻഡ്. ഞാൻ പറഞ്ഞു പോയാൽ ലെങ്ത്ത് കൂടും. ഞാൻ എന്തായാലും ഇത് ജസ്റ്റ് കുറേ കാലത്തിന് ശേഷം വന്നതാണല്ലോ, അതിൻ്റെ ശേഷം ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് വന്നത്. എന്തായാലും ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യും. എന്താ പറയുക, ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. ആരും വിചാരിക്കണ്ട ഞാൻ പോയെന്ന് വിചാരിക്കണ്ട, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. പിന്നെന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനൊക്കെ ചോദിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ. റൂം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. എല്ലാവരും റൂം കണ്ടിട്ട് അഭിപ്രായം പറയാം. ഫുൾ സെറ്റപ്പ് എന്ന് പറയാനില്ല, പുതിയ ഒരു ബിൽഡിംഗ് ആണ്. ഒരു 1 BHK റൂം എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ കൂടുതൽ വിശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ, അഡ്മിഷൻ്റെ ചാനലാണ്. മീൻസ് അഡ്മിഷൻ ഞാൻ പുതുതായിട്ട് തുടങ്ങണം, ഇതിൻ്റെ പേഴ്സണൽ ചാനൽ. എന്നാലും അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നോളൂ എന്തായാലും. പിന്നെ അതന്നെ കുറേ ഏജൻസീസ് ഉണ്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് ശരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും ചോദിച്ചോളൂ. അഡ്മിഷൻ്റെ കാര്യങ്ങളോ, നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന കോഴ്സ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യമാണ്, മനസ്സിലായോ? വെറുതെ ഒരാളും ഒരു പണി ചെയ്തു തരുന്നില്ല. അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈസ കണ്ടിട്ടല്ലാണ്ട് എന്തെങ്കിലും ചെയ്തു തരാണെന്നുണ്ടെങ്കിലും എനിക്ക് നോളജ് കിട്ടുന്നുണ്ട്, മനസ്സിലായല്ലേ? ഒരാളും ഒന്നും വെറുതെ ചെയ്തു തരില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.